ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കെമിസ്ട്രിയിൽ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ എന്നുള്ളതാണ്. നമ്മൾ ആറ്റവും ആറ്റത്തിന്റെ ഘടനയും ഓൾറെഡി കഴിഞ്ഞതാണ് മോക്ക് ടെസ്റ്റ് 14 ആയിട്ട്. ഇപ്പൊ നമ്മുടെ 15ാമത്തെ മോക്ക് ടെസ്റ്റ് ആണ് ഇന്ന് വരുന്നത്, കെമിസ്ട്രി ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ എന്നുള്ളത്. അപ്പൊ എപ്പോഴും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കഴിഞ്ഞ കുറച്ച് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ രണ്ട് ക്വസ്റ്റ്യൻ ഈ ഒരു ഏരിയയിൽ നിന്ന്, ഒരു ക്വസ്റ്റ്യൻ ഹൈഡ്രജനെ ബേസ് ചെയ്ത്, ഒരു ക്വസ്റ്റ്യൻ ഓക്സിജനെ ബേസ് ചെയ്ത്, അല്ലെങ്കിൽ രണ്ടും കൂടി ബേസ് ചെയ്ത് ഒറ്റ ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാകുന്നതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട ഫാക്റ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ക്ലാസ് പോകാം. ഓക്കെ, നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തു വരുന്ന വാതകത്തിന് നേരെ എരിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു. ഇത് ഏത് വാതകം എന്നാണ് ചോദിക്കുന്നത്. ഏത് വാതകമാണിത്? ഹൈഡ്രജൻ. ഓക്കെ, പഠിച്ചു വെച്ചോ, ഹൈഡ്രജൻ. ഈ ഒരു ടെസ്റ്റിനെ പറയുന്ന പേരാണ് എന്ത്? പോപ്പ് അപ്പ് ടെസ്റ്റ് എന്ന് പറയും. അതായത് നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ആ ഒരു എന്താണ്, നമ്മൾ തീക്കൊള്ളി ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് എന്താണ്, തീ അണഞ്ഞു പോവുകയും ചെയ്യും, ആ വാതകം അങ്ങ് കത്തി അങ്ങ് വരും. അപ്പൊ അതിനെ പറയുന്നത് ഏതാണ്? ഹൈഡ്രജൻ ആണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ പഠിക്കണം? ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ആദ്യം നമുക്ക് പഠിക്കാം. ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? ആറ്റോമിക് നമ്പർ Z ആണ് ആറ്റോമിക് നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത്. എത്രയാണ്? 1. അതായത് നമ്മുടെ ആവർത്തന പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ള മൂലകമാണ്. ആറ്റോമിക് നമ്പറും മാസ് നമ്പറും ഒന്നായ വാതകം, രണ്ടും ഒന്നാണ്. ഓക്കെ, ആറ്റോമിക് നമ്പറും മാസ് നമ്പറും രണ്ടും ഒന്നായതെന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഉണ്ടാ, ഇതും എക്സ് ആണ്, ഇതും എക്സ് ആണ്, ആ ഒരു മീനിങ്ങിലാണ്. അല്ലാണ്ട് ഒന്ന് ആ ഒരു നമ്പർ അല്ല ഉദ്ദേശിക്കുന്നത്. ആറ്റോമിക് നമ്പറും മാസ് നമ്പറും ഒരേപോലെയുള്ള ഒന്നായ വാതകമാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഇനി ചോദിക്കട്ടെ, ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണ്? ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ്. ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടെത്തിയത്. എങ്കിൽ ഹൈഡ്രജന് ആ പേര് നൽകിയത് ആരാണ്? ഹൈഡ്രജന് പേര് നൽകിയത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലാവോസിയയാണ്. ലാവോസിയ. ഹൈഡ്രജന് പേര് നൽകിയത് ആരാണ്? ലാവോസിയയാണ്. ഹൈഡ്രജൻ വാതകം കണ്ടെത്തിയത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ? എന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത്. ജലം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതെന്നാണ് ഹൈഡ്രജൻ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം. അപ്പൊ എന്താണ് ഹൈഡ്രജൻ എന്ന വേർഡ് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ഗ്രീക്കിൽ നിന്നാണ്. ഗ്രീക്ക് പദത്തിൽ നിന്നാണത് ഉത്ഭവിച്ചിരിക്കുന്നത്. ഇനി ചോദിക്കട്ടെ, ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത ഒരേ ഒരു വാതകം ഏതെന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ പഠിക്കുന്നുണ്ട് ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകളിൽ പ്രൊട്ടിയം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ആറ്റംസിന്റെ പറഞ്ഞപ്പോൾ ഐസോട്ടോപ്പുകൾ പറഞ്ഞു തന്നിരുന്നു. പ്രൊട്ടിയം ഉണ്ട്, ഡ്യൂട്ടീരിയം ഉണ്ട്, ട്രിഷ്യം ഉണ്ട്. എന്താണ് പ്രത്യേകത? പ്രൊട്ടിയം എന്ന് പറയുമ്പോൾ H11, ഡ്യൂട്ടീരിയം എന്ന് പറയുന്നത് H21, ട്രിഷ്യം എന്ന് പറയുന്നത് H31. ഇതാണ് അതിന്റെ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഈ പ്രൊട്ടിയത്തിന്റെ ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 1 - 1 0 ആണ്. അപ്പൊ ചോദിക്കാം, ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത ഒരേ ഒരു വാതകമാണ് ഏത്? ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നു. പലതവണ ചോദിച്ചതാണ്. ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്ന ഏതാണ്? ഹൈഡ്രജൻ ആണ്. പിന്നെ എന്താണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്? റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്നു. ഭാവിയുടെ ഇന്ധനം അതേപോലെ റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്നു. പിന്നെ എന്താണ്? മലിനീകരണം ഉണ്ടാക്കാത്ത ഇന്ധനമാണ്. മലിനീകരണം, നോ പൊല്യൂഷൻ ആണ്. ഓക്കെ, നോ പൊല്യൂഷൻ ആണ്. പിന്നെ മറ്റൊന്നാണ്, കലോറിക മൂല്യം വളരെ കൂടുതലാണ്. കലോറിക മൂല്യം കൂടിയ ഇന്ധനം അല്ലെങ്കിൽ കൂടിയ ഇന്ധനം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഏറ്റവും ഭാരം കുറഞ്ഞത് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഏതാണ്? ഭാരം കുറഞ്ഞ വാതകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഭാരം കുറഞ്ഞതാണ്, സാന്ദ്രത കുറഞ്ഞതാണ്, സ്വയം കത്തുന്ന വാതകമാണ്. അതാണ് നമ്മുടെ ഈ ഒരു പോയിന്റ് അല്ലെ, സ്വയം കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഹൈഡ്രജന് വായുവിനേക്കാൾ സാന്ദ്രത കുറവായത് കൊണ്ടാണ് നമ്മൾ ഹൈഡ്രജൻ ബലൂണുകൾ അല്ലെ അന്തരീക്ഷത്തിൽ പൊങ്ങി നടക്കുന്നല്ലേ. അതിനുള്ള റീസൺ എന്താണ്? ഹൈഡ്രജന് വായുവിനേക്കാൾ സാന്ദ്രത കുറവാണ്. അതേപോലെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ഹൈഡ്രജൻ ആണ്. സൂര്യനിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഏതെന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ ആണ്. നമ്മൾ ഉപയോഗിക്കുന്നില്ലേ വനസ്പതി,
വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകം ചോദിച്ചു കഴിഞ്ഞാൽ അതും എന്താണ്? ഹൈഡ്രജൻ ആണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ആസിഡുകളും ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം ഏതെന്ന് PSCയുടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതും ഏതാണ്? ഹൈഡ്രജൻ ആണ് ലിബറേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഹൈഡ്രജന് പേര് നൽകിയത് ആരാണ്? കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷും പേര് നൽകിയത് ആരാണ്? ലാവോസിയയുമാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹൈഡ്രജന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. നോക്കാം നമുക്ക്. ഹൈഡ്രജന് നിറമോ മണമോ ഇല്ല, ശരിയാണ്. ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു, തെറ്റാണ്. ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്ര, അതായത് ഹൈഡ്രജൻ എപ്പോഴും H2 ഇങ്ങനെയാണ് കാണുന്നത്, അതുകൊണ്ടാണ് ദ്വയാറ്റോമിക തന്മാത്ര എന്ന് പറയുന്നത്. അതും എന്താണ്? ശരിയാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. 1ഉം 3ഉമാണ് ശരി. നമുക്കിവിടെ എന്താണ് വേണ്ടത്? തന്നിരിക്കുന്നവയിൽ 1, 2 ശരി, 3 മാത്രം ശരി, 2 മാത്രം തെറ്റ്. സോ ഓപ്ഷൻ സി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. 2 മാത്രമാണ് തെറ്റെന്ന് പറയുന്നത്. ഓക്കെ. ആറ്റോമിക സംഖ്യ 8 മൂലകം 8 ഏതാണ്? ആറ്റോമിക സംഖ്യ 8 വരുന്നത് ഓക്സിജൻ ആണ് 8 വരുന്നത് അല്ലെ. നൈട്രജൻ 7 ആണ്, കാർബൺ 6 ആണ്, ഹൈഡ്രജൻ എത്രയാണ്? ഹൈഡ്രജൻ എന്ന് പറയുന്നത് ആറ്റോമിക സംഖ്യ 1 ആണ്. അപ്പൊ നമ്മൾ എന്തിലേക്ക് വന്നു? ഓക്സിജനിലേക്ക് വന്നല്ലോ. ഓക്സിജനെ പറ്റി പഠിക്കണ്ടേ? ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണെങ്കിൽ ഓക്സിജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലി ആണ്. ജോസഫ് പ്രീസ്ലി. ഓക്കെ. അതേപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് നോർമലി. ഈ പറയുന്ന ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ്, ഹൈഡ്രജന് പേര് നൽകിയത് ലാവോസിയെ. അതേപോലെ തന്നെ ഓക്സിജന് പേര് നൽകിയത് ആരാണ്? ഓക്സിജന് പേര് നൽകിയത് ലാവോസിയാണ്. ലാവോസിയാണ് ഓക്സിജന് പേര് നൽകിയത്. ഈ പറയുന്ന നമ്മൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ചോദിക്കാറുണ്ട്, അതേതാണ്? ഓക്സിജൻ ആണ്. അതേപോലെ തന്നെ ഓക്സിജന് ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും ഓക്സിജൻ ഒരു കളറുണ്ട്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ദ്രവ ഓക്സിജന്റെ നിറം എന്തെന്ന് ചോദിച്ചിട്ടുണ്ട്. ദ്രവ ഓക്സിജന്റെ നിറം എന്ന് പറയുന്നത് ഏതാണ്? ഇളം നീലയാണ്. ഓക്കെ, ഇളം നീലയാണ് ദ്രവ ഓക്സിജന്റെ. അതേപോലെ നമ്മൾ നേരത്തെ ഹൈഡ്രജൻ പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയതാണ്, ഹൈഡ്രജന്റെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്നത് ബോഷ് പ്രക്രിയ എന്നാണ്. ബോഷ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണേ. ഓക്കെ. അപ്പൊ ഇനി എന്തൊക്കെയാണ് നമുക്കിവിടെ ഓക്സിജനുമായിട്ട് പറയാനായിട്ട്? നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ജോസഫ് പ്രീസ്ലി ആണെന്ന് പറഞ്ഞു. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ, സൂര്യനിൽ ഏറ്റവും കൂടുതലൊക്കെ ഹൈഡ്രജൻ ആണെങ്കിൽ ഭൂവൽക്കത്തിൽ ഏറ്റവും, അന്തരീക്ഷത്തിൽ രണ്ടാമതാണ് ഓക്സിജന്റെ അളവെന്ന് പറയുന്നത്. പക്ഷേ ഭൂവൽക്കത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ആരാണ്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ഓക്സിജൻ ആണ്. അന്തരീക്ഷത്തിൽ കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്, ഏറ്റവും ആദ്യം വരുന്നത് അന്തരീക്ഷത്തിലാണെങ്കിൽ ആദ്യത്തേത് ഏതാണ്? നൈട്രജൻ ആണ്. രണ്ടാമത്തേത് ഏതാണ്? ഇത് വരുന്നത് ഓക്സിജൻ. നൈട്രജൻ ഏകദേശം 78% നൈട്രജൻ ആണ്. ഓക്സിജൻ എത്രയാണ്? ഏകദേശം 21 ആണ്. പിന്നെ വരുന്നത് ആർഗൺ, ബാക്കി എല്ലാം കൂടി ബാക്കി അവസാനം വരും. അങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പൊ പഠിച്ചു വെച്ചോ. എന്താണ്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ആണെങ്കിൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ നൈട്രജൻ ആണ്. അതേപോലെ തന്നെ എന്താണ്? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ ആണ്. അന്തരീക്ഷത്തിൽ രണ്ടാമത് കാണപ്പെടുന്ന ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. ഓക്കെ. അതേപോലെ ഓക്സിജൻ വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്നത് നോർമലി പറയുന്ന ഏതാണ്? അംശീക സ്വേദനം. എന്താണ്? അംശീക സ്വേദനം. അതേപോലെ തന്നെ വൈദ്യ വിശ്ലേഷണവും കൂടിയുണ്ട്. നമുക്കറിയാം എന്താണ്? ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടിട്ട് ഹൈഡ്രജനെയും ഓക്സിജനെയും നമുക്ക് വേർതിരിക്കാൻ പറ്റും. അതും ഒരു പ്രോസസ്സാണ്. അപ്പൊ നോർമലി അംശീക സ്വേദനവുമാണ് പറയാറുള്ളത്. ഇനി അപ്പൊ ജോസഫ് പ്രീസ്ലി, അതേപോലെ തന്നെ മറ്റൊരു പേരാണ് എന്ത്? ലാവോസിയ. ഹൈഡ്രജന് പേര് നൽകി, പിന്നെ അദ്ദേഹം എന്തിനും കൂടി പേര് നൽകി? ഓക്സിജനും കൂടി പേര് നൽകി. ജോസഫ് പ്രീസ്ലി കണ്ടുപിടിച്ചു, അപ്പുറത്തെ ഹെൻറി കാവൻഡിഷ് കണ്ടുപിടിച്ചു. പേര് നൽകിയത് രണ്ടിനും ആരാണ്? ലാവോസിയാണ്. ഓക്കെ. ഇനി ഒരു ഓക്സിജൻ തന്മാത്രയിൽ എത്ര ഓക്സിജൻ ആറ്റങ്ങളുണ്ട്? O2. അങ്ങനെയാണ് നോർമലി കാണുന്നത്. O2 ആയിട്ടാണ് കാണുന്നത്. അതേപോലെ 3 ഓക്സിജൻ തന്മാത്രകൾ അടങ്ങിയ ഓക്സിജന്റെ രൂപാന്തരം അറിയപ്പെടുന്ന പേരാണ് എന്താ? ഓസോൺ. ഓസോൺ എന്ന് പറഞ്ഞാൽ ഏതാണ്? O3 ആണ് കേട്ടോ ഓസോൺ എന്ന് പറയുന്നത്. ഓസോൺ എന്ന വേർഡിന്റെ മീനിങ് എന്താണ്? ഞാൻ മണക്കുന്നു. അതാണ് ഓസോൺ എന്ന വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ. അതേപോലെ തന്നെ ഓസോൺ പാളി അന്തരീക്ഷത്തിലെ ഏത് മണ്ഡലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? നമുക്കറിയാം അന്തരീക്ഷത്തില് ടോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ അങ്ങനെയൊക്കെ ഉണ്ട്. അതില് സ്ട്രാറ്റോസ്ഫിയർ, ഓസോൺ സ്ഥിതി ചെയ്യുന്ന മണ്ഡലം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ സ്ഥിതി ചെയ്യുന്നത്. എങ്കിൽ ചോദിക്കട്ടെ, എന്നാണ് ഓസോൺ ഡേ എന്ന് പറയുന്നത്? ഓസോൺ ഡേ വരുന്നത് സെപ്റ്റംബർ 16-നാണ് ഓസോൺ ദിനം വരുന്നത്. ഓക്കെ.
അതേപോലെ തന്നെ ഓസോൺ പാളിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു ഉച്ചകോടി ഉണ്ടല്ലോ, അതിന്റെ പേരെന്താണ്? അതാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. ഓക്കെ, മോൺട്രിയൽ ഉച്ചകോടി എന്ന് പറയും. അപ്പൊ എന്താണ് ഓസോൺ? ഓസോൺ എന്ന് പറയുമ്പോൾ എന്താണ്? O3, 3 ഓക്സിജൻ ആറ്റങ്ങളുള്ള ഓക്സിജന്റെ രൂപാന്തരമാണ് ഓസോൺ എന്ന് പറയുന്നത്. ഓസോൺ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അന്തരീക്ഷത്തിൽ, സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓസോൺ ഡേ എന്നാണ്? സെപ്റ്റംബർ 16-നാണ്. ഒക്കെയാണല്ലോ. മോൺട്രിയൽ ഉച്ചകോടി എന്ന് പറയുന്നത് ഓസോണുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് മോൺട്രിയൽ ഉച്ചകോടി എന്ന് പറയുന്നത്. ഇനി എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? മെയിൻ ആയിട്ട് ഓസോണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ എന്താണ്? നമ്മുടെ ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന വാതകങ്ങൾ ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ്? കാർബൺ മോണോക്സൈഡും ഉണ്ട്, CFC ഉണ്ട്. CFC എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്? ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഓക്കെ, അതേപോലെ തന്നെ ഓക്സിജന്റെ ഉപയോഗങ്ങൾ ചോദിക്കാറുണ്ട്. എന്തൊക്കെയാണ്? ജ്വലിക്കാൻ സഹായിക്കും അല്ലെ. സോ ജ്വലന സഹായിയാണ് ആര്? ഓക്സിജൻ എന്ന് പറയുന്നത്. പിന്നെ ചോദിക്കാറുണ്ട് റോക്കറ്റുകളിൽ എന്താണ് നിരോക്സികാരിയായിട്ട് ഉപയോഗിക്കുന്നത്? ആരാണ്? നമ്മുടെ ഓക്സിജൻ ആണ്. അതേപോലെ കൃത്രിമ ശ്വാസത്തിന് അതിനുപയോഗിക്കുന്ന കൃത്രിമ ശ്വസനം എന്താണ്? ഓക്സിജൻ ആണ്. അതേപോലെ തന്നെ എന്താണ്? ഓക്സി അസറ്റിലിൻ ജ്വാലയാണ്. നമ്മൾ വെൽഡിംഗ് ഇല്ലേ, നമ്മൾ വെൽഡ് ചെയ്യുമ്പോൾ ഒരു ബ്ലൂ കളറിൽ നമുക്ക് കാണാറില്ലേ, അത് ഏതാണ്? അത് ഓക്സി അസറ്റിലിൻ ജ്വാലയാണ് നമ്മൾ വെൽഡിങ്ങിന് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്? ദ്രവ ഓക്സിജന്റെ കളർ ഏതാണ്? അത് നമ്മുടെ നീലയാണ്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്? ഓക്സിജന്റെ മറ്റ് ഐസോട്ടോപ്പുകൾ ഏതൊക്കെയാണ്? നമ്മൾ ഹൈഡ്രജന്റെ 1, 2, 3 വെച്ച് പറഞ്ഞില്ലേ, അതേപോലെ ഓക്സിജന്റെ ഐസോട്ടോപ്പുകളാണ്. ഓക്സിജൻ 16 ഉണ്ട്, അതേപോലെ ഓക്സിജൻ 17 ഉണ്ട്, ഓക്സിജൻ 18 ഉണ്ട്. ഇത് 3 ഓക്സിജന്റെ പല പല രൂപാന്തരങ്ങളാണ്. ഓക്കെ, നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ചോദിച്ചാലും ഏതാണ്? ഈ പറയുന്ന ഓക്സിജൻ ആണ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഓക്സിജനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്? ഓക്സിജൻ കണ്ടെത്തിയത് ജോസഫ് പ്രീസ്ലി ആണ്. പേര് നൽകിയത് ലാവോസിയാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഓക്സിജൻ ആണ്. അന്തരീക്ഷത്തിൽ രണ്ടാമതായി കാണപ്പെടുന്നത് ഓക്സിജൻ ആണ്. പിന്നെ ഏതാണ്? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഓക്സിജൻ ആണ്. അംശിക സ്വേദനം, അതിന്റെ എന്താണ്? ഓക്സിജന്റെ വ്യാവസായിക പ്രക്രിയയെ പറയുന്നു. ഓക്സിജന്റെ 3 ആറ്റങ്ങളുള്ള തന്മാത്രയെ പറയുന്ന പേരാണ് എന്താ? ഓസോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടും. ലെസൺസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് പഠിക്കാം എന്താണ് ലെസൺസ് ടെസ്റ്റ് എന്നുള്ളത് കാര്യം നിൽക്കുന്ന ഐഡിയ ഉണ്ടാവണം. ലെസൺസ് ടെസ്റ്റ് വഴി പറ്റുന്നത് ഏതൊക്കെയാണെന്ന് പഠിച്ചു വെച്ചാൽ മതി നിങ്ങൾ. അതായത് ഏതൊക്കെയാണ്? നൈട്രജൻ, ക്ലോറിൻ, ഓക്സിജൻ, സൾഫർ. ഇതില് ഓക്സിജൻ ആണ് ലെസൺസ് ടെസ്റ്റ് വഴി പറ്റാത്തത്. അപ്പൊ ഏതൊക്കെയാണ് പറ്റുന്നത്? നൈട്രജനും പറ്റും, ക്ലോറിൻ പറ്റും, അതേപോലെ തന്നെ ഏതാണ്? സൾഫറും. ഇത് 3ഉം ലെസൺസ് പരീക്ഷണം വഴി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, കണ്ടെത്താൻ പറ്റുന്നതാണ്. അത് കണ്ടെത്താൻ പറ്റാത്തത് ചോദിച്ചത് കൊണ്ടാണ് എന്ത് വരുന്നത്? ഓക്സിജൻ വന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഭാവിയിലെ ഇന്ധനം ഏതാണ്? ഭാവിയിലെ ഇന്ധനം ഇപ്പൊ പറഞ്ഞു തന്നല്ലേ, ഏതാണ് ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത്? ഹൈഡ്രജൻ ആണ്. താഴെ പറയുന്നവയിൽ ഏതിന്റെ ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത്? അപ്പൊ നമുക്ക് പറയാം ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകളായ ഏതാണ്? പ്രൊട്ടിയം ഉണ്ട്, ഡ്യൂട്ടീരിയം ഉണ്ട്, ട്രിഷ്യം ഉണ്ട്. പ്രൊട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം, ഇത് 3ഉമാണ് ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്. അതില് പ്രൊട്ടിയത്തിനാണ് എന്ത് വരുന്നത്? പ്രൊട്ടിയം എന്ന് പറയുന്നത് H11 ആണ്. അതിനാണ് ന്യൂട്രോൺ ഇല്ലാത്തത്. നമ്മുടെ പ്രകൃതിയിൽ ഏകദേശം ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ചോദിച്ചാലും അതും ഏതാണ്? പ്രൊട്ടിയമാണ്. ഏകദേശം 99% എന്തുണ്ട്? പ്രകൃതിയിൽ ഈ പറയുന്ന പ്രൊട്ടിയമാണ് കാണപ്പെടുന്നത്. ഓക്കെ, അടുത്തത് ഡ്യൂട്ടീരിയം ആണ്. ഡ്യൂട്ടീരിയം എന്ന് പറയുമ്പോൾ ഏതാണ്? H21 ആണ്. അഥവാ അതിനെ D എന്ന് പറയും. അതിനെയാണ് നമ്മൾ D2O ഘനജലം എന്ന് പറയുന്നുണ്ട്. D2O ഘനജലം. ഓക്കെ, ഇതാണ് എന്ത് ഉപയോഗിക്കുന്നത്? ആണവ റിയാക്ടറുകളിലൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? പ്രോട്ടോൺ ഒന്നാണ്, ന്യൂട്രോൺ എന്ന് പറയുന്നത് എത്രയാണ്? അതും ഒന്നാണ്. ട്രിഷ്യം വരുമ്പോൾ ട്രിഷ്യം എന്ന് പറയുന്നത് H13 ആണ്. ഇവിടെ ന്യൂട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ് ന്യൂട്രോണിന്റെ എണ്ണം. ഈ ട്രിഷ്യമാണ് എന്തിനു ഉപയോഗിക്കുന്നത്? റേഡിയോ ആക്റ്റീവ് സ്വഭാവമുണ്ട് അതിന്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ്? റേഡിയോ ആക്റ്റീവ് സ്വഭാവമുള്ളതാണത്.
ഓക്കെയാണല്ലോ. അപ്പൊ എന്തൊക്കെയാ പഠിക്കേണ്ടത്? പ്രൊട്ടിയമാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായി, നമ്മുടെ പ്രകൃതിയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഏതെന്ന് ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ചോദിച്ചാൽ പഠിച്ചു വെച്ചു, അത് പ്രൊട്ടിയമാണ്. ന്യൂട്രോൺ ഇല്ലാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? പ്രൊട്ടിയമാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ന്യൂട്രോൺ ഇല്ലാത്ത ഒരേ ഒരു വാതകമാണ് എന്താ? ഈ പറയുന്ന ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ ഏത് ഐസോട്ടോപ്പ്? അത് നമ്മുടെ പ്രൊട്ടിയമാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് പഠിക്കേണ്ടേ എന്താണ്? സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തില് സമയത്ത് കാർബൺ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഹരിതകത്തിൽ വെച്ച് ഫുഡ് ഉണ്ടാക്കുന്നു. സ്വീകരിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ അവർ ഇൻടേക്ക് ചെയ്ത് അവരെന്ത് ചെയ്യുന്നു? പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ട് അവർ പുറത്തേക്ക് വിടുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ് പുറത്തേക്ക് വിടുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതെന്ന് ചോദിച്ചാൽ പഠിച്ചു വെച്ചു, ഹൈഡ്രജൻ ആണ്. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജൻ. അപ്പൊ നമുക്ക് പഠിക്കണ്ടേ കോൾ ഗ്യാസ് എന്ന് പറയുന്നത് ശരിക്കും അവിടെ എന്തൊക്കെയുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്, അതേപോലെ തന്നെ മീഥേൻ CH4 ഉണ്ട്, കാർബൺ മോണോക്സൈഡ് ഉണ്ട്. ഓക്കെ, അതിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? നമ്മുടെ ഏകദേശം ഒരു 45 മുതൽ 55% വരെ അവിടെയുള്ളത് ഹൈഡ്രജൻ ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. ഇപ്പൊ നമുക്ക് പഠിക്കാനുണ്ട് കോൾ ഗ്യാസ് എന്ന് പറയുന്നപ്പോ എന്തൊക്കെയാണ്? ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജൻ ആണെന്ന് പഠിച്ചു. അതേപോലെ തന്നെ മറ്റൊന്നാണ് വാട്ടർ ഗ്യാസ്. അതും കൂടി ഒന്ന് ഓർത്തു വെച്ചു, ചിലപ്പോൾ എന്താണ് പരീക്ഷയ്ക്ക് ചോദിക്കണേന്ന് പറയാൻ പറ്റില്ല. വാട്ടർ ഗ്യാസ് എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ചേർന്നതാണ്. അത് 1:1 എന്ന റേഷ്യോ ആണ്. അതേപോലെ തന്നെ പ്രൊഡ്യൂസർ ഗ്യാസ് ഉണ്ട്. പ്രൊഡ്യൂസർ ഗ്യാസിൽ ഏതാണ് ഏറ്റവും കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഏതാണ്? നൈട്രജൻ ആണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. നെക്സ്റ്റ് നോക്കാം. 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഏതാ? ക്ലോറിൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, സൾഫർ. ഏതാണ് 16ാമത്തെ മൂലകം? 16ാമത്തെ മൂലകത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? ക്രിയാശീലത കൂടിയത് ഓക്സിജൻ ആണ്. ഓക്കെ, കണ്ടോ? ഇതാണ് നമ്മുടെ ചാൽക്കോജൻ. ഇതും കൂടി പഠിച്ചു വെച്ചോ. 16ാം ഗ്രൂപ്പ് മൂലകങ്ങളെ അറിയപ്പെടുന്ന പേരാണ് എന്താ? ചാൽക്കോജൻസ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ചാൽക്കോജൻസ് എന്നറിയപ്പെടുന്നത് ഏത് ഗ്രൂപ്പാണെന്ന് ചോദിക്കും. ഏതാണത്? 16ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ്. ഏതൊക്കെയാണ്? ഓക്സിജൻ, സൾഫർ, സെലിനിയം, ടെലൂറിയം, പൊളോണിയം, ലിവർമോറിയം. ഇതാണ് 16ാം ഗ്രൂപ്പ് എന്ന് പറയുന്നത്. 17ാം ഗ്രൂപ്പിൽ ഏതൊക്കെയാണ് വരുന്നത്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ, ടെന്നീസൺ. അതാണ് 17ാം ഗ്രൂപ്പിൽ വരുന്നത്. അപ്പൊ ഏതാണ്? അപ്പൊ ക്രിയാശീലത എന്ന് പറയുന്നത് അവിടെ എന്താണ്? പീരിയോഡിക് ടേബിളിലെ ഏറ്റവും മുകളിലുള്ളതിനായിരിക്കും ഏറ്റവും കൂടുതൽ ക്രിയാശീലത ഉള്ളത്. അപ്പൊ ക്രിയാശീലത ഏറ്റവും കൂടിയതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പഠിച്ചു വെക്കാം ഏതാണ്? അത് ഓക്സിജൻ ആണ് ക്രിയാശീലത കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ ഏതാണ്? ചാൽക്കോജൻ ഗ്രൂപ്പ്. പഠിച്ചു വെച്ചോ. ഗ്രൂപ്പ് 16ാം ഗ്രൂപ്പ് എലമെന്റ്സിനെ അറിയപ്പെടുന്ന പേരാണ് എന്താ? ചാൽക്കോജൻ എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നമ്മുടെ ഹൈഡ്രജൻ കിടക്കുന്ന കണ്ടോ? ഹൈഡ്രജൻ 1 അതേ കിടക്കുന്നു. ഓക്സിജന്റെ എത്രയാണ്? ഓക്സിജന്റെ ആറ്റോമിക സംഖ്യ 8ഉം മാസ് നമ്പർ എന്ന് പറയുന്ന 16ഉമാണ്. മാസ് നമ്പർ 2 ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതാണ്? മാസ് നമ്പർ 2 പ്രൊട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്നുള്ള. അപ്പൊ ഏതാണ്? ഡ്യൂട്ടീരിയം ആണ്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന 2ാമത്തെ മൂലകം, ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ ആണ്. 2ാമത് വരുന്നത് ഓക്സിജൻ ആണ്. 3ാമത് വരുന്നത് ആർഗൺ ആണ്. 4ാമതാണ് കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നത്. അപ്പൊ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണുന്ന 2ാമത്തെ മൂലകം ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ്. ആസിഡുകളും ലോഹങ്ങളും പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ആസിഡുകളും ലോഹങ്ങളും പ്രവർത്തിച്ചാൽ പുറത്തേക്ക് വരുന്നത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ ഗ്യാസ് ആണ് അവിടെ ലിബറേറ്റ് ചെയ്യുന്നത്. താഴെ പറയുന്നവയിൽ കത്തുന്ന വാതകം ഏത്? കത്തുന്ന വാതകം എന്ന് ചോദിച്ചാൽ അത് പഠിച്ചു വെച്ചു. അതേതാണ്? ഓപ്ഷൻ ബി, ഹൈഡ്രജൻ ആണ് കത്തുന്ന വാതകം. കത്താൻ സഹായിക്കുന്ന വാതകം ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? അത് ഓക്സിജൻ ആണ്. കത്തുന്ന വാതകം ഹൈഡ്രജനും കത്താൻ സഹായിക്കുന്നത് ഓക്സിജനുമാണ്. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനോടൊപ്പം ലഭിക്കുന്ന ഉപോൽപ്പന്നം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാണ് ഉപോൽപ്പന്നമായിട്ട് വരുന്നത്? ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ശരിക്കും സംഭവിക്കുന്നത് അവിടെ എന്തൊക്കെയാണ് വരുന്നത്? ഈ പറയുന്ന ഹൈഡ്രജനും ഓക്സിജനുമാണ് അല്ലെ. ഓക്കെ, ഹൈഡ്രജനും ഓക്സിജനും കൂടി വരുമ്പോൾ 2H2 + O2 എന്ന് പറയുന്നത് അവിടെ മെയിൻ ആയിട്ട് വരുന്നത് എന്താണ്? 2H2O ഉണ്ടാകും. അതേപോലെ തന്നെ വൈദ്യുതോർജം ഉണ്ടാകും. അതിൻ്റെ ഒപ്പം തന്നെ എന്തുണ്ട്? താപവും ഉണ്ട്. അപ്പൊ അതിന്റെ ഉപോൽപ്പന്നം എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ജലമായിരിക്കും.
ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ രാസസൂത്രവാക്യം എന്താണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുമ്പോൾ അത് H2O2 ആണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഏതെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അതേതാണ് വരുന്നത്? ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് ഹൈഡ്രജന്റെ ബ്ലീച്ചിങ് ഏജന്റ്. ഓക്കെ, ഏതാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഓക്സിജന്റെ നീല നിറമുള്ള അലോട്രോപ്പ് ഏതാണ് ഓക്സിജന്റെ നീല നിറമുള്ള രൂപാന്തരം എന്ന് പറയുന്നത്? നേരത്തെ പറഞ്ഞതാണല്ലോ, ഓസോൺ. ഓസോണിന് എന്താണുള്ളത്? നീല നിറമാണുള്ളത്. ഓക്കെ, ഹൈഡ്രജന്റെ ഏറ്റവും കൂടുതലുള്ള ഐസോട്ടോപ്പ്, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള ഐസോട്ടോപ്പ് ഏതാണ്? പ്രൊട്ടിയം. ഞാൻ നേരത്തെ പറഞ്ഞു, പ്രൊട്ടിയം ഏകദേശം 99% എന്താണുള്ളത്? പ്രൊട്ടിയമാണുള്ളത്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ളത്, മനുഷ്യ ശരീരത്തിൽ ഏതാണ്? ഓക്സിജൻ ആണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൈഡ്രജന്റെ കലോറിക മൂല്യം എത്ര? പഠിച്ചു വെച്ചു, 143 കിലോ ജൂൾ പെർ ഗ്രാം ആണ് ഹൈഡ്രജന്റെ കലോറിക മൂല്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കേണ്ട ടോപ്പിക്കാണ് അതൊക്കെ. ഘനജലം എന്നറിയപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നാണ്, ഡ്യൂട്ടീരിയം, അതായത് 2 ഹൈഡ്രജൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡി എന്ന് പറയുന്നത്. അപ്പൊ D2O ആണ് ഘനജലം എന്നറിയപ്പെടുന്നത്, D2O. ഓക്കെ, ഈ ഡ്യൂട്ടീരിയം കണ്ടെത്തിയത് ആരെന്ന് ചോദിക്കാറുണ്ട്. ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഏതാണ്? അത് ട്രിഷ്യം ആണ്. ഈ ഡ്യൂട്ടീരിയം കണ്ടെത്തിയത് ഒന്ന് പഠിച്ചു വെച്ചു, അത് ഹാരോൾഡ് യുറേ ആണ് എന്ത് ഡ്യൂട്ടീരിയം കണ്ടെത്തിയത്. അതൊന്ന് പഠിച്ചു വെക്കണം. ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ്. ഓക്സിജൻ കണ്ടെത്തിയത് ആരാണ്? ജോസഫ് പ്രീസ്ലി. രണ്ടിനും പേര് നൽകിയത് ആരാണ്? ലാവോസിയെ. ഡ്യൂട്ടീരിയം കണ്ടെത്തിയത് ആരാണ്? ഹരോൾഡ് യുറേ. ഓക്കെ, എല്ലാ ആസിഡുകളിലും പൊതുവായി കാണുന്ന അയോൺ ആണ് H+. നമ്മൾ നേരത്തെ പറഞ്ഞു, ആസിഡും ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ലിബറേറ്റ് ചെയ്യുന്ന ഗ്യാസ് ഏതാണ്? ഹൈഡ്രജൻ ആണ്. അതായത് എല്ലാ ആസിഡുകളിലും പൊതുവായി ഉള്ളൊരു എലമെന്റ് ആണ് എന്ത്? H എന്ന് പറയുന്നത്. ഇത് ശരിയാണ്. ഓക്കെ, ഹൈഡ്രജന്റെ വ്യാവസായിക നിർമ്മാണം ബോഷ് പ്രക്രിയയിലൂടെയാണ്. ഇതും ശരിയാണ്. ഇവിടെ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ പ്രസ്താവന ഇവിടെ എന്താണ്? ഓപ്ഷൻ സി, എയും ബിയും. ഇവിടെ എന്താണ്? എയും ബിയും ശരി. ഓക്കെ, ഇവിടെയും അത് തന്നെയാണ് ക്വസ്റ്റ്യൻ. ഓക്സിജൻ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകവും ഏതാണ്? ഓക്സിജൻ ആണ്. നമ്മൾ പറഞ്ഞു, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ പുറത്തുവിടുന്ന ഏതാണ്? ഈ പറയുന്ന ഓക്സിജൻ ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ? എയും ബിയും ശരിയാണ്. എയും ബിയും ശരി. 1774 നമ്മുടെ എന്ത് കണ്ടുപിടിക്കുന്നത്? ഓക്സിജൻ കണ്ടുപിടിക്കുന്നത്. ആരാണ്? ജോസഫ് പ്രീസ്ലി ആണ്. പേര് നൽകിയത് ആരാണ്? ലാവോസിയാണ്. ഓക്സിജനേസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ? അത് ആസിഡ് ഉണ്ടാക്കുന്നത് എന്ന അർത്ഥമാണ് എന്ത്? ഓക്സിജനേസ് എന്ന് പറയുന്ന ആ ഒരു വേർഡിനുള്ളത് കേട്ടോ. അതും കൂടി ഒന്ന് ഓർത്തിരിക്കണേ. അതേപോലെ ഓക്സിജൻ എന്തില്ല? നിറമില്ല, മണമില്ല, ഒക്കെയാണ്. അതായത് നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കിയാൽ ലഭിക്കുന്ന വാതകം ഏതെന്ന് ചോദിക്കാറുണ്ട്. അതും ഏതാണ്? ഓക്സിജൻ ആണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരു ബ്ലീച്ചിങ് ഏജന്റ് ആണ്. D2O ഘനജലം എന്നറിയപ്പെടുന്നു. ഇവിടെയും എന്താണ്? എയും ബിയും ഇവിടെ ശരിയാണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് നമ്മൾ H2O2 നമ്മൾ പറഞ്ഞത്. അതൊരു ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. D2O എന്ന് പറയുന്നത് എന്താണ്? ഘനജലമാണ്. ഹൈഡ്രജൻ കണ്ടെത്തിയത് ലാവോസിയാണ്. ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ഹെൻറി കാവൻഡിഷ് ആണ്. എയും ബിയും ശരി എന്നുള്ള സ്റ്റേറ്റ്മെന്റിലേക്കാണോ പോകേണ്ടത്? ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണ്? അതാണ് ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷും അതിന് പേര് നൽകിയത് ആരാണ്? ലാവോസിയയുമാണ്. ലാവോസിയ, തിരിഞ്ഞു പോകരുത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അപ്പൊ ഇവിടെ ഏതാണ്? രണ്ടും ഇവിടെ തെറ്റായ പ്രസ്താവനകളാണ്. ലോഹങ്ങളുടെ തിളക്കം നഷ്ടപ്പെടാൻ പ്രധാന കാരണം എന്ത്? നമുക്കറിയാം, ഈ പറയുന്ന ലോഹങ്ങളൊക്കെ നമ്മൾ കുറച്ച് നാളൊക്കെ എടുത്ത് പുറത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തിളക്കം അങ്ങ് പോകും. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് അത് ഓക്സിജനുമായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. നമുക്കിവിടെ ജലം എന്ന് പറയാൻ ഒരു ടെൻഡൻസി ഉണ്ടാകും. അവിടെ ശരിക്കും എന്താ സംഭവിക്കുന്നത്? ഓക്സിജനുമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് ലോഹങ്ങൾ വായുവിലെ ഓക്സിജൻ അഥവാ ഈർപ്പമൊക്കെ ആയിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ അവയുടെ ഉപരിതലത്തിൽ എന്തുണ്ടാകും? കുറെ ഓക്സൈഡിന്റെ പാളികൾ രൂപപ്പെടും. ഓക്കെ, ഇതാണ് എന്ത് ചെയ്യുന്നത്? ക്രമേണ ഇതിങ്ങനെ രൂപപ്പെട്ട് അതിന്റെ ആ ഒരു തിളക്കം അങ്ങനെ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് നമ്മുടെ ചെമ്പ് നമ്മുടെ ചെമ്പ് വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും ഒക്കെ ആയിട്ട് പ്രവർത്തിച്ച് എന്ത് സംഭവിക്കും? അതിന്റെ പുറത്ത് ക്ലാവ് പിടിക്കും, അതേപോലെ ഇരുമ്പ് തുരുമ്പിക്കും. ഇതെല്ലാത്തിനും റീസൺ എന്ന് പറയുന്നത് എന്താണ്? മെയിൻ ആയിട്ട് ഓക്സിജനുമായുള്ള പ്രവർത്തനമാണ്. ഓക്കെ,
ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ്? ഹൈഡ്രജനും ഓക്സിജനും H2+O എന്താണ് ഉണ്ടാകുന്നത്? വാട്ടർ H2O ഉണ്ടാകും അല്ലെ. ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേരുമ്പോൾ വാട്ടർ ഉണ്ടാകും. നെക്സ്റ്റ് നോക്കാം. റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സിജൻ പ്രവർത്തിക്കുന്ന എന്തായിട്ടാണ്? റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സിജൻ ഓക്സികാരിയായിട്ടാണ്. റോക്കറ്റിൽ എന്തായിട്ടാണ്? ഓക്സികാരിയായിട്ട്. അതായത് ഓക്സിജൻ എന്ന് പറയുന്നത് എന്താണ്? കത്താൻ സഹായിക്കുന്ന വാതകമാണ് അല്ലെ. അപ്പൊ നമ്മൾ ശൂന്യാകാശത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്തില്ല? ഓക്സിജൻ ഇല്ല. സ്വാഭാവികമായിട്ടും ആ റോക്കറ്റിലെ ഇന്ധനം കത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പുറമേ നിന്ന് ഓക്സിജൻ കൊണ്ടുപോകണം. അതുകൊണ്ടാണ് റോക്കറ്റുകളിൽ ദ്രാവക ഓക്സിജൻ എന്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? നമ്മുടെ ഓക്സികാരിയായിട്ട് അവിടെ യൂസ് ചെയ്യുന്നത്. ബ്ലീച്ചിങ് ഏജന്റായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തമാണ് H2O2 അഥവാ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത്. വനസ്പതി നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്ന പേരെന്താണ്? ബോഷ് പ്രക്രിയ. ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ്, പേര് നൽകിയത് ലാവോസിയ. ഓക്സിജൻ കണ്ടെത്തിയത് ആരാണ്? ജോസഫ് പ്രീസ്ലി, പേര് നൽകിയത് ലാവോസിയ. ആരാണ് ഡ്യൂട്ടീരിയം കണ്ടെത്തിയത്? അത് ഹരോൾഡ് യൂറേയാണ്. ബേസിക് ആയിട്ടുള്ള സകല പോയിന്റുകളും ഈ ഒരു ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്